കുഞ്ഞനുജൻ ഉൾപ്പെടെ പ്രിയപ്പെട്ട 5 പേരെ ഒറ്റയടിക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുക. 10ാം ക്ലാസ്സുകാരൻ സഹപാഠിയെ നഞ്ചക്ക് കൊണ്ട് തലയോട്ടി തകർത്തു കൊല്ലുക. +2കാരൻ +1കാരൻ്റെ കൈ ചവിട്ടിയൊടിക്കുക. ഹോസ്റ്റൽ മുറിയിൽ സഹവിദ്യാർത്ഥിയെ ദേഹത്ത് കോമ്പസ് കൊണ്ട് കുത്തി ആസ്വദിക്കുക. നമ്മുടെ മക്കൾക്ക് ഇതെന്തു പറ്റി? കൊന്നൊടുക്കിയും കൊണ്ടും കൊടുത്തും ഇവർ എങ്ങോട്ട്? കുട്ടികൾ എന്ന പരിഗണന എന്തിനുമുള്ള ലൈസൻസോ? മാർച്ച് 8 രാത്രി 7 മണിക്ക് കുട്ടികളുടെ പുതിയ കാലത്തെ മാനസിക വ്യവഹാരങ്ങളിലേക്കും അക്രമവാസനകളിലേക്കും നേർരേഖയുടെ സഞ്ചാരം. കണ്ണൂർ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര ഇന്ന് പല കുടുംബങ്ങളിലും കാണുന്നത് രക്ഷിതാക്കൾ മക്കളുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് വീടുകളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഓരോരുത്തരുടെ കയ്യിലും മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം, അതിൽ നിന്ന് കാണുന്ന ഇൻ്റർനെറ്റിൻ്റെ, അതിൽ നിന്ന് അവർ കാണുന്ന കാഴ്ചകൾ അവരുടെ മാനസികമായ ശാരീരികമായ വളർച്ചയെ, അവരുടെ മാനസിക നിലയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നാളത്തെ കുട്ടികൾക്ക്, വളരുന്ന കുട്ടികൾക്ക് ഞാൻ എന്ത് തെറ്റു ചെയ്താലും നാളെ എനിക്ക് സമൂഹത്തിൽ പരിരക്ഷ കിട്ടും എന്നുള്ള ഒരു തിരിച്ചറിവ്, അതിന് തക്കതായ ഒരു ശിക്ഷയിലൂടെ അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ചൈൽഡ് ലൈൻ വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ. രവി നമ്മളിപ്പോൾ പഴയ മാതിരിയാണോ? അപ്പോൾ ആ മാറ്റം അവിടെയുണ്ട്. പക്ഷെ അത് നമ്മൾ എങ്ങനെ നിയന്ത്രിക്കും, എങ്ങനെ നല്ല കുട്ടികളാക്കി മാറ്റുമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ അവരെ വെറും കുറ്റപ്പെടുത്തൽ കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. കുട്ടികൾക്ക് ഇന്ന് സ്കൂളിലൊക്കെ കൗൺസിലിംഗ് സംവിധാനമുണ്ട്, അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. ഇപ്പം കോഴിക്കോട് നടന്നതായാലും തിരുവനന്തപുരത്ത് നടന്നത് ഇതൊന്നും പൊളിറ്റിക്സേ അല്ല. നമ്മൾ എങ്ങനെ കുട്ടികൾ ഇങ്ങനെ മാറി, അതിന് നമ്മൾ എന്തെല്ലാം സംഭാവന ചെയ്തു, സമൂഹം എന്ത് സംഭാവന ചെയ്തു, കുട്ടികൾക്ക് ചുറ്റും ഫാമിലിക്ക് ചുറ്റും സമൂഹം, അതിന് ചുറ്റും രാജ്യം, ഇങ്ങനെയാണല്ലോ ഉള്ളത്. നമ്മളിത് താഴെ തന്നെ തുടങ്ങുക. ആദ്യം ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടർ ഇ. താഹിർ എടപ്പകത്ത് എന്നിവർ നേർരേഖയിൽ എത്തുന്നു. തലക്ക് ചുട്ടി കൊണ്ട് അടിച്ച് മരിച്ചെന്ന് പറഞ്ഞല്ലോ. അവൻ്റെ ആ അടിച്ച് കൊന്നതിൻ്റെ ഫാദർ ഈ ഇതിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കുന്നത് ആ ജനറ്റിക് ഫ്രാക്ചർ ഈ അച്ഛനിലുണ്ട്. ചില അമ്മമാർ പറയുന്നത് ഇതിൽ കറിഞ്ഞ എനിക്ക് മോമെൻ്റ് വെറുതെ ഇല്ലായിരുന്നു, എന്തെങ്കിലും ഞാൻ സ്നേഹിച്ച ഒരടി തലക്ക് എൻ്റെ വെച്ചിരിക്കും. അമ്മ അറിയുന്നുണ്ടല്ലേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വരാൻ കാരണം നോക്കുമ്പോൾ ജനറ്റിക് ഫ്രാക്ചറിന് ഇതിന് അമ്മയച്ഛൻ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരിക്കും. പക്ഷെ അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ എവിടെയും ക്രിമിനൽ ആറ്റിറ്റ്യൂഡുള്ള ജീവനുകളുണ്ട്. കുട്ടികളെക്കുറിച്ച്, നമ്മുടെ മനസ്സിലെ അങ്കലാപ്പുകളെക്കുറിച്ച് സമഗ്ര വിശകലനവുമായി കാണുക നേർരേഖ.